വെൽക്കം ടു കൊണ്ടാട്ട വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെയല്ലേ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ സ്കിന്ന് ഗ്ലോ ആവാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നാല് ഐറ്റംസ് മാത്രം മതി. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഐറ്റം നമുക്ക് പരിചയപ്പെടാം. വേറെ ഒന്നല്ല, തൈര് എന്തായാലും ഉണ്ടാവുമല്ലോ. തൈര് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും നമുക്ക് ടാനും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോവാനും ഒക്കെ നല്ലതാണ്. ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ലപോലെ ലൈറ്റൻ ചെയ്യും, അതിനങ്ങ് ഇതാക്കും. പിഗ്മെൻറ്റേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ തൈര്. നല്ലപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പം നമുക്ക് തൈര് ഒരു സ്പൂൺ എടുക്കാം. അപ്പം ഇത് നേരിട്ട് നമ്മൾ തൈര് ഒഴിക്കുകയല്ല ചെയ്യണേ, ഒരു ചെറിയൊരു പണിയുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. ഒന്നില്ലെങ്കിൽ ഒരു ടവലിലേക്കോ ഒരു കോട്ടൻ്റെ തുണിയിലേക്കോ നമ്മുടെ ഈ തൈര് ഇട്ട് കൊടുത്തിട്ട് അതിനങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കളഞ്ഞിട്ട് ബാക്കിയുള്ളതില്ലേ അത് മാത്രം നമുക്ക് മതി. ആ വെള്ളം നമുക്ക് അങ്ങോട്ട് വേണ്ട. ആ വെള്ളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ആ വെള്ളം വേണ്ട. അത് മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഐറ്റം മഞ്ഞൾപ്പൊടി. അതെന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കടകളിൽ നിന്ന് കറിയിലേക്ക് ഇടാനായിട്ട് ഉള്ള മഞ്ഞൾപ്പൊടി എടുക്കരുത് കേട്ടോ. അതിൽ എന്തൊക്കെ കെമിക്കലും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. എന്ത് പൊടിയാണെന്ന് പോലും ചിലതിനെ നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. അപ്പം നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമ്മളെടുത്ത് ഉണക്കി പൊടിക്കാൻ എളുപ്പമാണ്. കുറച്ച് മഞ്ഞൾ ഇപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫേസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അങ്ങാടിക്കടയിൽ ആയുർവേദ കടയിൽ കിട്ടും, മഞ്ഞൾ കിട്ടും. ആ മഞ്ഞൾ മേടിക്കുക, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക, ഒന്ന് ആവി കയറ്റുക. ആവി കയറ്റിയിട്ട് നല്ല പോലെ ഉണക്കിയെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ചെടുത്താൽ മതി. അത് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്കത് ഉണ്ടാവും. ഇത്രേശ് മതി, ഒരു പിഞ്ച് മതി നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച്, ഒരു 1/4 സ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ്. സ്കിന്നിൽ ഉണ്ടാവുന്ന സ്കാർസുകൾ, പാടുകൾ, അതിന് നല്ല പോലെ കളയാനായിട്ട് നല്ലതാണ്. ഹെയറിന് അതായത് ഫേഷ്യൽ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ നല്ലതാണ്. അപ്പം മൊത്തത്തിൽ മഞ്ഞളും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നല്ലപോലെ ഗ്ലോ ചെയ്യിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പൊടി. അതും ഉണ്ടാവുമല്ലോ. ഇപ്പം എന്തായാലും കാണും, കാരണം ഈവനിങ് ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മൈദപ്പൊടി കടലപ്പൊടി ഒക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ നമ്മുടെ കടലമാവ് അതും കൂടി ഇടണം കേട്ടോ. അപ്പോൾ കടലമാവ് ഇതേപോലെ തന്നെ അടിപൊളിയാണ്. സ്കിന്നിന് നല്ല ഓയിലി ആയിട്ടുള്ളവരുടെ ഓയിൽ നല്ല പോലെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ കടലപ്പൊടി നല്ലതാണ്. അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യും. നമ്മുടെ ഡെഡ് സെൽസുകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ റിമൂവ് ആക്കും. ടാൻ ഉണ്ടെങ്കിൽ ടാനിനും അടിപൊളിയാണ് കേട്ടോ. മുഖത്തുണ്ടാവുന്ന അതേപോലെ തന്നെ അഴുക്കിനെ കംപ്ലീറ്റ് കളയാൻ സൂപ്പറാണ് നമ്മുടെ ഈ കടലപ്പൊടി. അപ്പോൾ അത് നല്ലതാണല്ലോ, അതും എടുത്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഐറ്റം തക്കാളി. അപ്പോൾ ആൾക്ക് ഇച്ചിരി വില കൂടുതലാണ്, എന്നാലും നമുക്കിപ്പോൾ സാമ്പാറിനായാലും രസം അങ്ങനത്തെ കുറച്ച് കറികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണല്ലോ തക്കാളി. അപ്പോൾ നമുക്ക് ഈ തക്കാളി മൊത്തത്തിലൊന്നും വേണ്ട, അതിനകത്തുനിന്ന് ഒരു കുറച്ച് അതിൻ്റെ ഒരു സ്ക്യൂസ് ചെയ്ത് ഇപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് അതിൻ്റെ നീര് മാത്രം മതി കേട്ടോ. അതിൻ്റെ നീരൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുക, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. തക്കാളി അടിപൊളിയാണ് നമ്മുടെ ഫേസിലേക്ക്. നമ്മൾ ഡെയിലി തക്കാളി എടുത്തിട്ട് വില കുറയണ സമയത്ത് മതി കേട്ടോ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പോസുകൾ ഉണ്ടാവില്ല, ചിലർക്ക് കുരുവൊക്കെ വന്നിട്ടൊക്കെ ഇങ്ങനെ കുഴികളും കാര്യങ്ങളും അല്ലാതെയുള്ള പോസുകൾ ഉണ്ടാവും, അത് പോവാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി ചെയ്യണം കേട്ടോ. അല്ലാണ്ട് 1-2 പ്രാവശ്യം ചെയ്തിട്ട് അയ്യോ എൻ്റെ അത് പോയില്ല എന്ന് പറയരുത്. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും. നല്ല പോലെ പോസുകളൊക്കെ അടഞ്ഞങ്ങ് പൊക്കോളൂ കേട്ടോ. അത് തക്കാളിക്ക് വില കുറയുമ്പോൾ മതി കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നീരൊക്കെ മതി. ഇനി ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ല ഒരു കുഴമ്പ് വരുമോ, നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു നമ്മുടെ പാക്കൊക്കെ ഇടുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, അതിൽ ഇതാക്കുക. ഈ ഒരു ഇതിൻ്റെ ഇത് മതി. നമ്മുടെ ഈ തക്കാളിയുടെ നീരും ഇതെല്ലാം കൂടി ആകുമ്പോൾ കറക്റ്റ് ആവും, എല്ലാം നല്ല സെറ്റ് ആയിക്കോളും. ഇനി വേറെ ഒന്നുമില്ല, ഫേസ് നമ്മൾ നല്ല പോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ടവൽ നമ്മുടെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് നല്ല പോലെ ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കുക. തുടച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ പാക്ക് നേരെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് 10-15-20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് കഴുകി കളയാം. മസാജ് ചെയ്യുക, റബ്ബ് ചെയ്യുക കാര്യങ്ങളോ ഒന്നും വേണ്ട, അങ്ങ് കഴുകി കളയുക. നല്ലപോലെ ഒന്ന് തുടച്ച് അങ്ങ് കളഞ്ഞാൽ മതി.
നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നെ ഗ്ലോ ചെയ്യും. ഇത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യാം. ഒരു 15 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് തന്നെ നല്ല പോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ പോവാനും ടാനുകൾ ഉണ്ടെങ്കിൽ പോവാനും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും എല്ലാത്തിനും കൂടെയുള്ള എന്താ പറയുക ഒറ്റമൂലി എന്നൊക്കെ പറയാം. എല്ലാത്തിനും കൂടെയുള്ളൊരു ഒന്നാണ്. അപ്പോൾ പിന്നെ ചെയ്തു നോക്കാനും എളുപ്പമാണല്ലോ. നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു സാധനങ്ങളാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മിസ് ശ്രുതി സൈനിങ് ഓഫ്. ബൈ.